ശേഷം ഇത് ചുറ്റി തിരിച്ച് അതിലേക്കൂടെ തന്നെയാണ് പോകേണ്ടത്. ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന ബലവാന്റെയും തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവൻ ഒരുവാരികരമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് പുരോഹിതനെ പാപമത്തിലാൽ ആശ്വസിപ്പിച്ച് നിർമ്മലമായി നിനക്ക് ശുശ്രൂഷ പ്രിയമുള്ളു ധന്യൻ. ഹല്ലേലൂയ. മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ. മർത്യസ്നേഹത്തിൻ പാതാളത്തിലേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നീയാകുന്നുവല്ലോ. ശക്തിയോടെ നീ പ്രവർത്തിക്കുകയും പ്രവൃത്തിയോടെ അഴിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴുള്ളവയെ കരുണയോടെ നീ നയിക്കുകയും വരുവാനുള്ളവയെ നല്ല നിലയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മരണമെന്ന താണ്ഡനത്താൽ നീ ദുഃഖിപ്പിക്കുകയും പുനരുത്ഥാന പ്രത്യാശയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. ബലഹീനമായ പ്രാർത്ഥനകൾക്ക് അപേക്ഷകൾക്കും നീ വഴങ്ങി സമാധാനപരനും ദൈവാനുമായി നീ കാണപ്പെടുന്നു. കർത്താവേ, സത്യവിശ്വാസത്തിൽ നിന്റെ സന്നിധിയിൽ മുൻകൂട്ടി യാത്ര പുറപ്പെട്ട ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും അങ്ങ് ഓർത്തുകൊള്ളണമേ. രക്തത്തിലും വർഗത്തിലും അവയവത്തിലും സ്വഭാവത്തിലും തലമുറയിലും ഞങ്ങൾക്ക് തുല്യമായ സകലത്തെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. മനസ്സോടെയോ മനസ്സുകൂടാതെയുള്ള അവരുടെ സകല തെറ്റുകളെയും അങ്ങ് ക്ഷമിക്കണമേ. അറിഞ്ഞുകൊണ്ടോ അറിയാതെയുള്ള അവരുടെ സംസ്കാരം നിർവഹിക്കുന്ന ഈ പ്രധാന പുരോഹിതനെയും
അവരോടുകൂടെ അങ്ങ് ഓർത്തുകൊള്ളണമേ. അബ്രഹാമും ഇസാക്കും യാക്കോബും നല്ല ഭക്തിയോടെ സുഖരുടെ കൂട്ടത്തിൽ ആനന്ദിക്കുവാനും ദീർഘദർശിയോടും സ്ലീഹന്മാരോടും കൂടെ സന്തോഷിക്കുവാനും അനന്തമായ പ്രകാശത്തിൽ പാർക്കുവാനും കൽപ്പനയാകണമേ. ഞങ്ങളോടൊരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പിതാക്കളും സഹോദരങ്ങളുമായ സകലർക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കണമേ. അവരെ എല്ലാവിധത്തിലും ആശ്വസിപ്പിച്ച് വചനത്തിലും പ്രവൃത്തിയിലും അവർക്ക് ധൈര്യം നൽകണമേ. നിന്നിൽ നിന്നുള്ള ആനന്ദബന്ധോ ഓശോ പുണ്യപിതാവിന്റെ അഹനാക്കി തീർക്കണമേ. ഐശ്വര്യം നേടി വേർപെട്ടെന്നോനെ പ്രിയനാം പ്രാതാവേ, രാപ്പകൽ നിൻ പ്രാർത്ഥന ഞങ്ങൾക്കൊരു കോട്ട ആകട്ടെ നിത്യം. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നാഥനുടർത്തിക്കാം നീരും ൃക്കുദിശ എന്നീവയാലാർന്ന വാളാൽ നീവാനിൽ മേഘങ്ങൾ പാറി പുത്രനെ എതിരേൽപ്പാൻ പക്ഷങ്ങൾ നേടും. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നീ ധന്യൻ തന്നെ ബാർക്കുമോ. മിന്നോലം വാതാമല്ലോലം ഉൽമീനമിൻ ഉന്നതി കഹനൂസാക്കേകി കോമേ വാബിപ്പിച്ചു സുസ്ത്യൻ സത്യമതാം ദേവോന്തം പോ മൃതികതരാം മുഖ്യാചാര്യന്മാരും ഇടയന്മാരും വാനത്തിൽ സൗഭാഗ്യകാരത്തിൽ വാഴുന്നു മൗനം പൂണ്ടു. ദേവാകാരി സംഗീതം കേൾപ്പാനില്ല പള്ളിയിലയോ. We gather here today in a moment of profound solemnity and deep reflection. This is a time marked by both sorrow and reverence as we witness the public viewing. Pray for our departed Holy Father, that His Holiness may find eternal peace and divine mercy in the embrace of our Heavenly Father. We also extend our prayers to our entire church community across the world, seeking strength and guidance from the Holy Spirit. May this occasion reinforce our faith, fortify our unity, and inspire us to live more fully according to the teachings of Christ Jesus, the head of the church. Let us support one another with love and understanding, recognizing that we are all on this spiritual journey together. We extremely value and say from the bottom of our hearts a big thanks for all the prayers and support, assistance received so far from all across the larger community who love us and who are friends, well-wishers, and other main churches, as well as the
public sectors, the government officials, and so forth. Pray that our God will have mercy upon us and give us a good weather in the following moments and the public viewing of the mortal remains of our spiritual father, the Honorable Metropolitan Athanasius Johann I. As we proceed with public viewing, let us remain continually in united prayer and reflection. Let this be a time of healing, of deepened faith, and of commitment to our spiritual and duties for humanity. May I say on behalf of all the episcopos, the clergy, and the faithful, thank you for being present today. May God bless all of us, guide our church and our mission to humanity with His infinite wisdom, and grant peace to the soul of our most beloved Metropolitan. May God bless. I thought to say also in Malayalam, but I couldn't do it in sequence. വന്ന എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനയോടുകൂടെ, ശാന്തതയോടുകൂടെ, സമാധാനത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ, ആദരവോടുകൂടെ ഈ യഹോവന്യ പിതാവിൻ്റെ മൃതദേഹം കാണുവാനും അവസാന ആശീർവാദങ്ങൾ ലഭിക്കുവാനും ഈ അവസരം നമുക്ക് ഉപയോഗിക്കാം. കാലാവസ്ഥയെ നമുക്ക് അനുകൂലമാക്കി തരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടുകളും ഞങ്ങൾ അറിയിക്കുന്നു. കടന്നു വന്നവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള സമയമാണിപ്പോൾ. രാവിലെ 9 മണി മുതൽ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ആയതുകൊണ്ട് തന്നെ നേരത്തെ വന്നവരുടെ പേരുകൾ വിളിക്കുന്നതായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ സാദരം ക്ഷമിക്കണമേ എന്ന് ആദ്യമായി ഓർപ്പിക്കുന്നു. തിരക്കുള്ളതുകൊണ്ട് ചെറിയ സമയദൈർഘ്യം നേരിട്ടാൽ ദയവായി ഞങ്ങളോട് സഹകരിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾക്കുള്ള സമയമാണ്. ആദരാഞ്ജലികൾ അർപ്പിക്കുന്നവർ ചുരുങ്ങിയ വാചകങ്ങളിൽ അർപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ദേശാഭിമാനിയുടെ ജനറൽ മാനേജറും മുൻ കാഞ്ഞിരപ്പള്ളി MLA-യുമായ ശ്രീ KJ തോമസ് സാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹം റീത്ത് സമർപ്പിച്ച് ഒരു വാക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർക്ക് വേണ്ടി ശ്രീ ശ്രീഷ് കുമാർ, റീജിയണൽ ജനറൽ മാനേജർ, റീത്ത് സമർപ്പിക്കുന്നു. മാതൃഭൂമി ചെയർമാൻ ആൻഡ് മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രന് വേണ്ടി AGM ശ്രീ ഷാജി VR റീത്ത് സമർപ്പിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ട DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ റീത്ത് സമർപ്പിക്കുന്നതാണ്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. അഭിവന്ദ്യനായ യോഹാൻ മാർ അത്തനേഷ്യസ് തിരുമേനിയുടെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. തുടർന്ന് KPCC പ്രസിഡന്റ് വേണ്ടി ജനറൽ സെക്രട്ടറി N. ശൈലാജ്
ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നു. KPCC പ്രസിഡന്റ് ശ്രീ സുധാകരന് വേണ്ടി ജനറൽ സെക്രട്ടറി N. ശൈലാജ് റീത്ത് സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് CS സുജാത, മുൻ MP, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, റീത്ത് സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് CS സുജാത, ex-MP, CPM കേന്ദ്ര കമ്മിറ്റി അംഗം, ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. പത്മശ്രീ ഡോക്ടർ G. ശങ്കർ, ഹാബിറ്റേറ്റ് ഡയറക്ടർ, റീത്ത് സമർപ്പിക്കുന്നു. അഡ്വക്കേറ്റ് CS സുജാത ഏതാനും വാക്കുകളിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. വൈദിക ശ്രേഷ്ഠന്മാരെ, ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, അഭിവന്ദ്യ തിരുമേനിയുടെ പെട്ടെന്നുള്ള വേർപാടിൽ അങ്ങേയറ്റത്തെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. 2004 പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കാൻ വന്ന അന്നു മുതലുള്ള അടുപ്പവും ബന്ധവും അവസാന സമയം വരെ ഉണ്ടായിരുന്നു. ഒട്ടേറെ പേരെ സഹായിക്കുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യത്തിലും ഏറെ മുന്നിലായിരുന്ന തിരുമേനിയുടെ വേർപാടിൽ ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തുന്നു. റീത്ത് സമർപ്പിക്കുന്നു. അനുശോചന സന്ദേശം അറിയിക്കുന്നതായിരിക്കും. എൻ്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്നു. ഈ മഹാമനുഷ്യൻ ഒരു തിരുവല്ലക്കാരനായിട്ട് പോലും എനിക്ക് നേരത്തെ ആതുര ശുശ്രൂഷയും ആതുര സേവനവും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടലും ഉൾപ്പെടെ കേരളം ആർജിച്ച വിദ്യാഭ്യാസ ആരോഗ്യ മുന്നേറ്റത്തിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരുവല്ല കേന്ദ്രീകരിച്ച് കേരളമാകെ വിപുലമായ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏറ്റവും അവസാനം അദ്ദേഹത്തെ ഞാൻ കാണുന്നത് മർത്തോമ മെത്രാപ്പോലീത്തയുടെ ജന്മദിനത്തിൻ്റെ ദിവസമായിരുന്നു. തിരുവല്ലയിൽ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അഭിവന്ദ്യ തിരുമേനിയുമായി കുറേ നേരം കാണാനും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. അഭിവന്ദ്യ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത തിരുമനസ്സിനോടുള്ള നന്ദി സ്നേഹവും സഭയുടെ നാമത്തിൽ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് സെന്റ് മേരീസ് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ മോറാൻമോർ അത്തനാസിയസ് യോഹാൻ മെത്രാപ്പൊലിത്തായുടെ നിര്യാണത്തിൽ ദുഃഖിതരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരോടും സഭാംഗങ്ങളോടുമുള്ള അനുശോചനവും പ്രാർത്ഥനയും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രസ്ഥാനമായ സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ആൻഡ് ബുക്ക് സ്റ്റാൾ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ്. 2009 ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രസ് സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ്സിന് നൽകിക്കൊണ്ടാണ് അഭേദ്യമായൊരു ബന്ധം ബിലീവേഴ്സ് ചർച്ചുമായി ആരംഭിച്ചത്. അതിനു മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രസ്സിൽ ഈ സഭയുമായി ബന്ധപ്പെട്ടതും കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി ഒരുപാട് പ്രിൻറ്റിംഗ് വർക്കുകൾ നടന്നിരുന്നു. തിരുവല്ലയിലെ പ്രസ് ഈ സഭ മറ്റൊരു പ്രസ്സിന് കൈമാറിയപ്പോൾ ഞങ്ങളെ അതിലേക്ക് പരിഗണിക്കുകയും വലിയൊരു പ്രസ്സും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും ചങ്ങനാശ്ശേരി അതിരൂപത നേതൃത്വം വഹിക്കുന്ന സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ്സിന് നൽകുകയായി. 2009 മുതൽ ഇങ്ങോട്ട് വളരെ വലിയൊരു ബന്ധം ഈ സഭയുമായി തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടിലുള്ളതും പ്രത്യേകിച്ച് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രിൻറ്റിംഗ് വർക്കുകൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. അഭിവന്യ മെത്രാപ്പൊലീത്തായുടെ മൃതസംസ്കാര ശുശ്രൂഷകളുടെ പ്രാർത്ഥന പുസ്തകവും അവസാനമായി അവിടെയാണ് പ്രിൻ്റ് ചെയ്തത് എന്നതും ഏറെ നന്ദിയോടെ കടപ്പാടോടുകൂടെ ഞങ്ങൾ ഓർക്കുകയാണ്. അദ്ദേഹം ഞങ്ങളുടെ പ്രസിനോട് കാണിച്ച ഈ സഭ കാണിച്ച വലിയ നന്മകളെ നന്ദിയോടെ ഓർക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ്, അദ്ദേഹം തീർച്ചയായും ഇവിടേക്ക് കടന്നു വരുന്നതാണ്. മറ്റ് മെത്രാന്മാരുടെയും വികാരി ജനറൽ അച്ഛന്മാരുടെയും അതിരൂപത കുടുംബം മുഴുവൻ്റെയും പ്രത്യേകിച്ച് ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന സെയിൻറ്റ് ജോസഫ് ഓർഫനേജ് പ്രസ് ബുക്ക് സ്റ്റാൾ 100-ലധികം ജീവനക്കാരുള്ള ആ കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും ഈ സഭാംഗങ്ങളോട് ആത്മീയ നേതൃത്വത്തിലുള്ള പിതാക്കന്മാരോട് എല്ലാവരോടും നൽകുകയാണ്, നേരുകയാണ്. അഭിവന്യ പിതാവിനെ ദൈവം സ്വർഗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കട്ടെ എന്ന്, നിത്യശാന്തി നൽകട്ടെ എന്ന് ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനും മനുഷ്യവംശത്തിൻ്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായി നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയ നിന്റെ വൈദിക മേലധ്യക്ഷൻ്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യ ആനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിൻ്റെ ജലത്താൽ ഈ ആത്മാവിൻ്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇനിയും അധികം പേർ അനുശോചനം അറിയിക്കുവാനായിട്ടുള്ളതുകൊണ്ട് ദയവായി ഇനിയും അനുശോചനം അറിയിക്കുന്നവർ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അനുശോചനം അറിയിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. കേന്ദ്ര ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ മുൻ അംഗവും MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായിരുന്ന ഡോക്ടർ സിറിയക് ടോം സാർ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഇപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ച് അനുശോചനം അറിയിക്കുന്നതായിരിക്കും.
ഡോറ എരുമേലി ബ്രാഞ്ച് മാനേജർ സജിത വർഗീസ് അംഗങ്ങളും ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. അഭിവന്യ തിരുമേനിമാരെ, ആദരണീയനായ മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുകൾ, മറ്റ് ജനനേതാക്കളെ, ജനപ്രതിനിധികളെ, സഭാ സമുദായ നേതാക്കന്മാരെ, പ്രതിനിധികളെ, വൈദിക ശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സ്നേഹ പ്രണാമം. നമ്മുടെ കാലത്ത് നമുക്കിടയിൽ ജീവിച്ച് വളരെ അപ്രതീക്ഷിതമായി നമ്മെ കടന്നുപോയ ഒരു ആത്മീയ മഹാചാര്യൻ്റെ ഭൗതികാവശിഷ്ടത്തിന് മുമ്പിലാണ് നാം എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനാപൂർവം നിൽക്കുന്നത്. അഭിവന്യ മാർ അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പോലീത്ത തിരുമേനി എത്രയോ മുൻപ് മുതൽക്ക് കേരളീയ സമൂഹത്തിന് അടുത്ത് പരിചിതനായിരുന്നു. കേവലം സാധാരണ സാഹചര്യങ്ങളിൽ ജനിച്ച് സാധാരണ സാഹചര്യങ്ങളിൽ വളർന്ന് കേരളത്തിനും ഇന്ത്യക്കും പുറത്ത് ദേശാന്തരങ്ങളിൽ പോലും തൻ്റെ യശസ് ഉയർത്തിയ ഒരാത്മീയാചാര്യനായിരുന്നു അദ്ദേഹം എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന പേരിലാണ് ദൈവവചനത്തെ തിരുമേനി ആദ്യം സമൂഹത്തിൻ്റെയും വിശ്വാസി സമൂഹങ്ങളുടെയും ഇടയിലേക്ക് കൊണ്ടുവന്നത്. തിരുമേനിയുടെ ആരാധകരായി അക്കാലത്ത് ഉണ്ടായിരുന്നവർ സഭാഭേദമോ സമുദായഭേദമോ മതഭേദമോ ഉണ്ടായിരുന്നവരല്ല. അതിനെല്ലാം അപ്പുറത്തുള്ള സർവരും തിരുമേനി ആദ്യകാലത്ത് ആരംഭിച്ച ആത്മീയ യാത്ര എന്നുള്ള അതിമനോഹരമായ അതീവ ഹൃദ്യമായ ദൈവവചന വ്യാഖ്യാനങ്ങളിലൂടെ ജീവിച്ച് കടന്നുപോയത് നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം. തിരുമേനി കേവലം ആത്മീയ മേഖലയിൽ മാത്രമല്ല തിരുമേനിയുടെ ശ്രദ്ധ പതിപ്പിച്ചത്. തനിക്ക് ചുറ്റുമുള്ള ദൈവജനത്തെ മാത്രമല്ല, തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയെയും തനിക്ക് ചുറ്റുമുള്ള അശരണരെയും മാർജിനലൈസ്ഡ് എന്ന് നമ്മൾ പറയുന്ന പുറം വേദികളിലേക്ക് തള്ളപ്പെട്ടു പോയവരെയും തിരുമേനി കൈപിടിച്ചുയർത്താൻ ജീവിതാന്ത്യം വരെ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് യോഹന്നാൻ തിരുമേനിയെ വ്യത്യസ്തനാക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം ഒരേ സമയം പുരോഹിതനും സന്യാസിയും കർമ്മയോഗിയുമായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് പറയപ്പെടുന്നതാണല്ലോ, സന്യാസയോഗവും കർമ്മയോഗവും രാജയോഗവും ഒരാളിൽ തന്നെ കേന്ദ്രീകരിച്ചു വരിക എന്നുള്ളത്. അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനി നമ്മുടെ കാലത്ത് ഈ 3 നക്ഷത്ര മഹായോഗങ്ങളെയും തൻ്റെ ജീവിതത്തിലൂടെ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യപ്പെടുത്തിയ ആളാണ്. തിരുമേനി ഇവിടുത്തെ മാത്രമല്ല, ഇന്ത്യയിലെയും അയൽ രാജ്യങ്ങളിലെയും അമേരിക്കയിലെയും ഒക്കെ സമൂഹങ്ങളെ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാമൂഹിക മേഖലയിലും സ്വാധീനിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. തിരുമേനിയുടെ അന്ത്യം വളരെ അപ്രതീക്ഷിതമായിരുന്നു എന്ന് നമുക്കറിയാം. നാം എല്ലാവരും അത് ശ്രവിച്ചതും
ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണ്. തിരുമേനി നമുക്കിടയിൽ ഉണ്ടായിരുന്ന അതീവ മഹനീയമായ ഒരു ഭക്തി സാന്നിധ്യമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമേനിയുടെ പാവനമായ സ്മരണയ്ക്ക് മുമ്പിൽ ഞാനും എൻ്റെ പ്രണാമത്തെ സമർപ്പിക്കുന്നു. നമസ്കാരം. BJP ദേശീയ സെക്രട്ടറിയും കേന്ദ്ര വക്താവുമായ ശ്രീ അനിൽ ആന്റണി ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതത്രേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട സാമൂഹിക സഭാശ്രേഷ്ഠന്മാരെ, വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ, just like almost every single one of you, I was also filled with a lot of shock and extreme grief when I heard about the tragic accident and the sad demise of His Holiness Metropolitan Johann. Just 3-4 days before he had gone to the US, I had the honor to meet him here, and he was always a great source of strength and a guiding light whose void will be very deeply missed. I'm very sure that his void is also missed by almost every single one of you, because over a period of many decades, he had been guiding millions towards God, and through the various institutions he had created, he had ensured that there is tremendous social impact. I offer my deepest of condolences to all the members of the Believers family and to all the grieving family members during this period of profound grief. Thank you. കേരള പത്രപ്രവർത്തക യൂണിയൻ സ്റ്റേറ്റ് മെമ്പറും ഡിസ്ട്രിക്ട് പ്രസിഡന്റുമായിരിക്കുന്ന മിസ്റ്റർ സാം ചെമ്പകത്തിൽ ഇതിനകം തന്നെ ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. ഇപ്പോൾ പത്തനംതിട്ട പ്രസ് ക്ലബിനെ പ്രതികരിച്ച് ഒരു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. പത്തനംതിട്ട ആർമിക്ക് വേണ്ടി റീത്ത് സമർപ്പിക്കുന്നു. ഡോറ കട്ടപ്പന ബ്രാഞ്ച്, നെടുങ്കുന്നം ബ്രാഞ്ചും ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. അഭിമന്യ പിതാക്കന്മാർ, ദുഃഖാർത്തരായ വിശ്വാസ സമൂഹം, പ്രിയപ്പെട്ടവർ, അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പെട്ടെന്നുള്ള വേർപാട് മാധ്യമ സമൂഹത്തിന് ഏറെ ദുഃഖം പകരുന്ന ഒന്നാണ്. മാധ്യമപ്രവർത്തകരുമായി ഊഷ്മളമായ ബന്ധം, പ്രത്യേകിച്ച് വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഒരു പ്രിയ പിതാവായിരുന്നു മെത്രാപ്പൊലീത്ത തിരുമേനി. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ വേർപാട് ഞങ്ങളെയൊക്കെ ദുഃഖാർത്തരാക്കുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ദുഃഖത്തിൽ മാധ്യമ സമൂഹം ഒന്നാകെ പങ്കുചേരുകയാണ്. അഭിമന്യ തിരുമേനി ഈ ലോകത്ത് അവശേഷിപ്പിച്ചു പോയിട്ടുള്ള വലിയ
നന്മകൾ എന്തായിരുന്നു? ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച നിഷ്കളങ്കത്വം, കൂടാതെ ലാളിത്യം, ഇതൊക്കെ നമ്മുടെ മുൻപിൽ വലിയ മാതൃകയാണ് അവശേഷിപ്പിക്കുന്നത്. ഞങ്ങളെയൊക്കെ ഏറെ ആകർഷിക്കുന്നതും അഭിമന്യ തിരുമേനിയുടെ അപൂർവമായ വ്യക്തിത്വമാണ്, പ്രത്യേകിച്ച് ആ നിഷ്കളങ്കത്വമാണ്, ആ ലാളിത്യമാണ്. എത്രയോ വർഷങ്ങളായി ആത്മീയ യാത്ര പ്രഭാഷണ പരിപാടികളിലൂടെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളിലൂടെ സമൂഹത്തെ ആകെ പ്രചോദിപ്പിച്ച ഒരാളാണ് അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി. അതിനുശേഷം എത്രയോ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം, കർമ്മ മേഖല അഭയമൊരുക്കി. തിരുവല്ലയുടെ വികസനത്തിൽ, വിദ്യാഭ്യാസ, ആതുര ശുശ്രൂഷ മേഖലയിൽ ഒക്കെ വലിയ സംഭാവനകൾ നൽകുവാൻ അഭിമന്യ തിരുമേനിക്ക് കഴിഞ്ഞു എന്നത് ഈ സമയത്ത് ഞങ്ങൾ അഭിമാനപൂർവ്വം ഓർക്കുകയാണ്. അഭിമന്യ തിരുമേനി ബാക്കി വെച്ചിട്ട് പോയിട്ടുള്ള നന്മകൾ ഈ സമൂഹം എന്നും ഓർക്കും, ഈ സമൂഹത്തിൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയപിതാവിൻ്റെ വിയോഗത്തിൽ മാധ്യമ സമൂഹം ഒന്നാകെ പങ്കുചേരുന്നു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. കനാനിയ കാത്തലിക് കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിമന്യ ഗീവർഗീസ് മാർ അപ്രയം തിരുമനസ്സുകൊണ്ട് നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇപ്പോൾ അനുശോചനം അറിയിച്ച പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതായിരിക്കും. പത്തനംതിട്ട ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷൻ റീത്ത് സമർപ്പിച്ചു നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, തിരുമേനിമാരെ, മർ അത്താനാസിയോസ് യോഹാൻ മെത്രാപ്പൊലീത്ത കഴിഞ്ഞ 8-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ അധ്യക്ഷൻ്റെ ഈ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സഭാ കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ അനുശോചനം അറിയിക്കുകയാണ്. കോട്ടയം അതിരൂപതയുടെയും അനുശോചനം ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നല്ല പ്രഭാഷകൻ ആയിട്ടായിരുന്നു. റേഡിയോ ഉണ്ടായിരുന്ന കാലം മുതൽ ആത്മീയ യാത്രയുടെ ആ കാലം എത്രയോ ശ്രോതാക്കൾക്കാണ് അദ്ദേഹം ധൈര്യം പകർന്നതും ജീവിക്കുവാനും വിശ്വസിക്കുവാനും എല്ലാ ശക്തിയും തൻ്റെ വാക്കുകളിലൂടെ നൽകിയത് എന്ന് ഓർമ്മിക്കുകയാണ്. ഈ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മുതലായവ, വിദ്യാഭ്യാസ രംഗത്തെ വലിയ സംഭാവനകൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 250-ൽ പരം ആത്മീയമായ പുസ്തകങ്ങൾ എത്രയോ മനുഷ്യർക്കാണ് പ്രചോദനം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ പെട്രോളജിയുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം അവസാന നാളുകളിൽ സേവനമനുഷ്ഠിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. ഇവയെല്ലാം പ്രത്യേകം അനുസ്മരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ ഈ വേളയിൽ സഭയിലെ
എല്ലാ വിശ്വാസികളോടും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ദൈവം തൻ്റെ നിത്യമായ സമ്മാനം തിരുമേനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ, ഞാൻ നല്ല ഓട്ടമോടി, യുദ്ധം ചെയ്തു, വിശ്വാസം സംരക്ഷിച്ചു, നീതിയുടെ കിരീടം കർത്താവ് നീതിമാന്മാർക്ക് നൽകുമ്പോൾ തീർച്ചയായും തനാസിയോസ് യോഹാൻ മെത്രാപ്പോലീത്തായ്ക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുശോചനം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. മർത്തോമാസ് സഭയുടെ സീനിയർ വൈദികനും എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന പ്രിയ ജോർജൻ അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. ചെറിയ വാക്കുകൾ അനുശോചനം രേഖപ്പെടുത്തുവാൻ പ്രിയ അച്ഛനെ ക്ഷണിക്കുന്നു. മർത്തോമ പുല്ലാട് ഇടവകയെ പ്രതികരിച്ചുകൊണ്ട് റവറൻഡ് പ്രസാദ് പൊന്നച്ചൻ ഒരു വാക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതാണ്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ബിലീവേഴ്സ് സഭ. We have lost a missionary. We have lost a visionary. We have lost a national leader. ഒരു മിഷനറി, ഒരു വിഷനറി, ഒരു ദേശീയ നേതാവിനെ നമുക്ക് നഷ്ടമായി. സുവിശേഷവും മനുഷ്യത്വവും സമന്വയിപ്പിച്ച് ദൈവരാജ്യ സമൂഹത്തെ കെട്ടുപണി ചെയ്യുവാൻ അഹോരാത്രം പ്രവർത്തിച്ച സഭാധ്യക്ഷൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്ന ശ്രീ MV ജയരാജൻ അവർ ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഡോറ ചാത്തന്നൂർ ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് മാനേജർ റീജയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. ഒപ്പം സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, മൊറാൻമോർ അത്യനീഷ്യസ് യോഹാൻ ഒന്നാമൻ മെത്രോപൊലീത്ത ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ അധ്യക്ഷൻ കൂടിയായ ജീവകാരുണ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സാഹിത്യ സാംസ്കാരിക മേഖലയിലുമെല്ലാം വിലപ്പെട്ട സംഭാവന നൽകിയ തിരുമേനിയാണ് നമുക്ക് നഷ്ടമായത്. കഴിഞ്ഞ 8-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ അദ്ദേഹത്തിൻ്റെ മൃതശരീരം അവസാനമായി കാണാൻ വേണ്ടി എത്തിച്ചേർന്ന വിവിധ മേഖലയിലെ ജനസഞ്ചയം സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം നൽകിയ വിലപ്പെട്ട സംഭാവനകളാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖമനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ, സഭയുടെ വിവിധ മേഖലകളിലെ വൈദികരടക്കമുള്ള പ്രവർത്തകരാകെ, നമ്മുടെ നാടാകെ ദുഃഖമനുഭവിക്കുമ്പോൾ ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു, അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ പ്രതികരിച്ച് സ്റ്റേറ്റ് കോർഡിനേറ്ററായിരിക്കുന്ന ഡോക്ടർ മാത്യൂസ് കെ ലൂക്ക് മന്നിയോട്ട് അനുശോചനം
അറിയിക്കുന്നതാണ്. ഒപ്പം തന്നെ ആദരാഞ്ജലിയും അർപ്പിക്കും. AKPL യൂണിയൻ ജനറൽ സെക്രട്ടറി സിജു കൈതമറ്റം റീത്ത് സമർപ്പിച്ചു. മെർച്ചന്റ് അസോസിയേഷൻ തിരുവല്ല അഗാധ ദുഃഖത്തിലായിരിക്കുന്ന ഈസ്റ്റേൺ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ബിഷപ്പുമാർ, വിവിധ സഭാംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ, പ്രിയമുള്ളവരെ, a vision is a specific call or direction that has been received from God. അത്തനാസ്യൂസ് യോഹാൻ മെത്രാപ്പോലീത്ത ചരിത്രത്തിൻ്റെ ഏടിലേക്ക് കയറിയിരിക്കുകയാണ്. ഒരു പുരുഷായുസിൽ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത കേരളത്തിൽ ഒരു വലിയ ആത്മീയ ഗുരു, ദാർശനികമായ നേതൃത്വമുള്ള ലീഡർ, അതിനേക്കാളുപരി വളരെ ഹൃദയശുദ്ധിയും ലാളിത്യവുമുള്ള സ്വഭാവത്തിനുടമ, കേരളത്തിലെ മിഷണറി വീരൻ എന്നറിയപ്പെടാൻ ഇനി ആ ചരിത്രത്തിലേക്ക് അദ്ദേഹം കയറിക്കഴിഞ്ഞു. എനിക്ക് അദ്ദേഹവുമായിട്ട് 28 വർഷത്തെ ബന്ധമാണ്. ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു സപ്ലിമെൻ്റ് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് അത് വരികയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയുണ്ട്: നാം തീരുമാനിക്കുന്നത്, ചെയ്യുന്നത്, അത് ചെയ്തിരിക്കണം, മറ്റൊന്നും നോക്കരുത്. ഇന്ന് ഈ കാണുന്ന ഇവിടുത്തെ ആ സഹസ്രങ്ങൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എത്രമാത്രം ആളുകളുടെ ഹൃദയങ്ങളിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന് ലഭിച്ച വരകളും വർണ്ണങ്ങളും നിറങ്ങളാക്കി മാറ്റി ഹൃദയങ്ങൾ വിലയ്ക്ക് വാങ്ങിയ ഏറ്റവും വലിയ മനുഷ്യൻ ആവട്ടെ. ആ ലെഗസി, ഈ ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളെ പരിശുദ്ധാത്മാവ് ആശ്വസിപ്പിക്കട്ടെ. ഈ നാടിന്, രാജ്യത്തിന്, ഏഷ്യയിൽ 35 ലക്ഷത്തിലധികം വിശ്വാസി ഗണങ്ങളുള്ള അത്രമാത്രം ധീരനായ ആത്മീയ ഗുരു, മിഷണറി വീരൻ. ഈ സമയത്ത് മിഷൻ ഇന്ത്യ, അതുപോലെ തന്നെ കേരള ട്രിബ്യൂൺ, ഞാൻ അഭിമുഖീകരിക്കുന്ന, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ നിലയിലും എൻ്റെ അനുശരീരപ്പെടുത്തുന്നു. കേരള ഗവർണർ ഹിസ് എക്സലൻസി ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. The Honorable Governor, His Excellency Shri Arif Muhammad Khan is paying the homage and tributes. കവിയൂർ YMCA റീത്ത് സമർപ്പിക്കുന്നു. ഡോറ മെമ്പേഴ്സ് ആരനാട് ബ്രാഞ്ചിനെ പ്രതികരിച്ചുകൊണ്ട് മാനേജർ ലിറ്റിൽ ഫ്ലവർ ഇപ്പോൾ കടന്നു വന്ന് റീത്ത് സമർപ്പിക്കുന്നതാണ്. കേരള കൗമുദി പത്രത്തിനു വേണ്ടിയുള്ള റീത്ത് സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഡോറ ബാലനാപുരം ബ്രാഞ്ചിനെ അധികരിച്ച് ഡോറ നെയ്യാറ്റിൻകര ബ്രാഞ്ച് അംഗങ്ങൾ റീത്ത് സമർപ്പിക്കുന്നു. റാന്നിയുടെ ആരാധനായ MLA അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ റീത്ത് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ അഭിവന്ദ്യ തിരുമേനിയുടെ വിയോഗത്തിലെ അനുശോചനം രേഖപ്പെടുത്തും. അഭിവന്ദ്യനായ മെത്രാപ്പൊലീത്തയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം അനുഭവിക്കുന്ന വിശ്വാസ സമൂഹത്തെയും ഈ നാടിനെയും സാന്നിധ്യത്താൽ ആ വേദനയെ മറികടക്കാൻ ആത്മധൈര്യം പകരുന്ന ആത്മീയ രംഗത്തെയും സാമൂഹ്യ രംഗത്തെയും പ്രമുഖർ, കേരളത്തിൻ്റെ ആദരണീയനായ ഗവർണർ ഹിസ് എക്സലൻസ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, അതുപോലെ തന്നെ ആദരണീയനായ സഖാവ് MV ജയരാജൻ ഉൾപ്പെടെയുള്ള
സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നേതാക്കന്മാർ, സഹോദരീ സഹോദരന്മാരെ, ഒരു നാടിൻ്റെ മുഴുവൻ അഗാധമായ ദുഃഖമാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ജനാവലിയുടെ സാന്നിധ്യത്തിലൂടെ അടയാളപ്പെടുത്തപ്പെടുന്നത്. അഭിവന്ദനായ മെത്രാപ്പൊലീത്തയെ 2 വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കാവുന്നത്: സ്നേഹം, കരുണ. ക്രൈസ്തവ വിശ്വാസധാരയുടെ അഗാധമായ ആധാരപ്രേരണയായ സ്നേഹത്താലും കരുണയാലും എഴുതപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്ന സങ്കീർത്തന വാക്യം പോലെ ആ സ്നേഹം ദേശങ്ങൾ കടന്ന്, ഭാഷകൾ കടന്ന്, നിറങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭേദങ്ങൾ കടന്ന് ലോകം മുഴുവൻ പരന്നൊഴുകി. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ, ഉത്കൃഷ്ടമായ രൂപമാണ് കരുണയെങ്കിൽ ആ കരുണയുടെയും കനിവിൻ്റെയും വഴികളിലൂടെ ലോകത്തെ മുഴുവൻ നയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വയം സഞ്ചരിക്കുക മാത്രമല്ല, കനിവിൻ്റെ പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ അവരെ കൂടി പ്രാപ്തരാക്കി എന്നതാണ് അഭിവന്ദനായ മെത്രാപ്പൊലീത്തയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞങ്ങൾ കരുതുന്നു. ബിലീവേഴ്സ് ചർച്ച് എന്ന വിശ്വാസ സമൂഹം ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായവരിലേക്ക് മാത്രമല്ല അത്തരം പാഠങ്ങൾ പ്രസരിപ്പിച്ചത്. മാനവികതയുടെ വലിയ പാഠങ്ങൾ ലോകത്തെങ്ങും തീർത്തു. റുവാണ്ടയിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം അഭിവന്ദനായ തിരുമേനി നിൽക്കുന്ന ചിത്രങ്ങൾ, ഒരു ചിത്രം 1000 വാക്കുകൾക്ക് തുല്യമാണ് എന്ന് പറയാറുണ്ട്. ആ ചിത്രങ്ങളെല്ലാം നമ്മോട് സംസാരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. കരുണയ്ക്ക് ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും ഭേദങ്ങളില്ല. അതെല്ലാ മനുഷ്യനെയും സ്പർശിക്കുന്നു. ലോർഡ് ബൈറൻ തൻ്റെ കവിതയിൽ ദൈവപുത്രൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് എഴുതി, വെൻ വാട്ടർ മെറ്റ് ഇറ്റ്സ് മാസ്റ്റർ ഇറ്റ് ബ്ലഷ്ഡ്. നാഥനെ കണ്ട മാത്രയിൽ ജലം ചുവന്നു തുടുത്തു എന്ന് എഴുതിയതുപോലെ അഭിവന്ദനായ മെത്രാപ്പൊലീത്തയുടെ സ്പർശമുണ്ടായ വഴികളിലെല്ലാം കരുണയുടെ പുതിയ പാഠങ്ങൾ ജ്വലിച്ചു എന്നത് നമുക്കറിയാം. വെളിച്ചം വിളക്കണഞ്ഞാലും വെളിച്ചം മായാതെ നിൽക്കും. തീർച്ചയായും അഭിവന്ദനായ മെത്രാപ്പൊലീത്തയുടെ ഭൗതികമായ അസാന്നിധ്യം അത് നമ്മെ സങ്കടപ്പെടുത്തുന്നു എങ്കിലും, ആ വെല്ലുവിളിയെ എങ്ങനെ നേരിടണം എന്ന പ്രയാസം സൃഷ്ടിക്കുന്നു എങ്കിലും, അദ്ദേഹം പകർന്നു നൽകിയ വെളിച്ചം എക്കാലവും ഈ നാടിൻ്റെ ഹൃദയത്തിലുണ്ടാകും. ഈ വേദനയെ മറികടക്കാൻ ബിലീവേഴ്സ് ചർച്ചിനും അതിൻ്റെ ആത്മീയമായ വഴികൾ സഞ്ചരിക്കുന്ന നേതൃത്വത്തിനും വിശ്വാസ സമൂഹത്തിനും ഈ നാടിനുമെല്ലാം ഈ പ്രയാസത്തെ മറികടക്കാൻ ദൈവം കരുത്തു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റാന്നിയിലെ ജനങ്ങൾക്ക് വേണ്ടി, റാന്നിയുടെ MLA തരത്തിൽ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം റാന്നിയിലെ പൗര സമൂഹത്തിനു വേണ്ടിയും, ഒപ്പം കേരള കോൺഗ്രസിൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി MP നേരിട്ട് ഇവിടെ എത്തി സിജോച്ചിനെയും അഭിവന്ദരായ തിരുമേനിമാരെയും തൻ്റെ പ്രത്യേകമായ അനുശോചനം അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ ഇവിടെയും അദ്ദേഹം ആ അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും പ്രത്യേകമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. അനുശോചനം രേഖപ്പെടുത്താൻ അവസരം തന്നതിന് പ്രത്യേകമായ എൻ്റെ നന്ദിയും വിനയപൂർവ്വം രേഖപ്പെടുത്തട്ടെ. നന്ദി ശ്രീ പ്രമോദ് നാരായണൻ, റാന്നി MLA. കേരളത്തിൻ്റെ ആരാധ്യനായ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ പലതവണ ബിലീവേഴ്സ് ഈസ്റ്റേൺ കുടുംബത്തോടൊപ്പം പ്രോഗ്രാമുകൾക്കായി കടന്നു വന്നിട്ടുണ്ട്. അഭിവന്ധ്യ മെത്രാപ്പോലീത്ത തിരുമനസ്സിനൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കുകയും സംസാരിക്കുകയും സഭയുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ സഭയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, സഭയെ സ്നേഹിച്ചുകൊണ്ട്, സഭയോടൊപ്പമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ
എത്തിച്ചേർന്നിരിക്കുന്നു. We are grateful for your kind visit, His Excellency. We fondly remember the visits that you have made to our institution couple of times, and our Metropolitan was always very fond of you, and we are indeed grateful that you are here to pay the homage to our beloved Metropolitan. Now I kindly request the Honorable Governor of Kerala, His Excellency Sri Arif Muhammad Khan, to pay the homage and speak few words. We are all deeply saddened by the loss of Abhivandye Tirumeni Bishop Johann. It's great loss, and for me it is personal too, because last 4.5 years I have enjoyed his love, his kindness, his good wishes. So I have come here to pay my profound respects to the departed soul and give condolences to the members of the family and members of the Believers Eastern Church. God had another plan for Tirumeni Bishop Johann, despite all of us love him greatly. But we are comforted in the Lord because we believe in, we hope and trust in eternity. May Bishop Johannes rest in his Creator's bosom, and we recognize him, we see him in the face of his spiritual children. Father, you lived a fulfilled life. You came, you won through Jesus Christ. You, upright and honorable servant of Lord, your words, which are preserved in the form of more than 200 books, and your noble deeds, I am confident will inspire the generations to come. We deeply mourn the passing away of our dear and very loved one, Tirumeni Bishop Johann, and we pray to God to fill our hearts with his love and grace and give us peace and strength to bear this irreparable loss. Amen. Okay.
മലങ്കര യാക്കോബ സുറിയാനി സഭയുടെ കോർ എപ്പിസ്കോപ്പായിരിക്കുന്ന പൗലോസ് പാരക്കരച്ചൻ നമ്മളോടൊപ്പം ആയിരിക്കുന്നു. ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഡോറ വെള്ളർ ബ്രാഞ്ച് റീത്ത് സമർപ്പിച്ചു. നന്ദി അറിയിക്കുന്നു. IPC ചർച്ചിൻ്റെ ട്രസ്റ്റി മിസ്റ്റർ ജോയി താനുവേലിൽ ഓൾറെഡി ആദരാഞ്ജലി അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിവന്ദ്യരായ തിരുമേനിമാരെ, സഭ, രാഷ്ട്രീയ, മത, സാമൂഹിക മണ്ഡലങ്ങളിലെ വിശിഷ്ട വ്യക്തികളെ, കേരള ഗവർണർ, ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ദുഃഖാർത്തരായ ജനസമൂഹമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഒരു വലിയ നഷ്ടത്തിൻ്റെ നൊമ്പരവും പേറിക്കൊണ്ടാണ് കേരളം ഈ ദിവസങ്ങളിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അനേകം പേർ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഒരടയാളമിട്ടിട്ട് കടന്നു പോകാൻ കഴിയുന്നത് അനേകരിൽ ചിലർക്ക് മാത്രമാണ്. 74 വയസ്സിൻ്റെ ജീവിതം ഒരു സമൂഹത്തെ ആകമാനം സ്വാധീനിക്കുന്ന അതിശക്തമായ തൻ്റെ നിലപാടുകളിലൂടെ അനേകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം വരച്ചിട്ട ജീവനുള്ള ചിത്രമായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനർഗളമായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനസഹസ്രങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ വലിയ നഷ്ടത്തിൻ്റെ ഒരു സന്ദർഭമാണ്. എന്നാൽ ആത്മപ്രകാരം ഇതിൽ നഷ്ടമല്ല, ലാഭമാണ് വായിച്ചെടുക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതി, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരാൾക്ക് മരിക്കുന്നത് എപ്പോഴും ലാഭമാണ്. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും എഴുതി, വിട്ടുപിരിഞ്ഞ് എൻ്റെ കർത്താവിനോട് കൂടെ ഇരിപ്പാൻ ഞാൻ അധികം വാഞ്ചിക്കുന്നു. പല സന്ദർഭങ്ങളിലായി അനേക മണിക്കൂറുകൾ ഈ പുണ്യപിതാവിനോട് ചേർന്ന് ഇരുന്ന് മുഖാമുഖം സംസാരിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വശ്യത, അത് മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്ന വിധങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിശ്വാസവായുവിൻ്റെ അനുഭവം അറിയത്തക്കവണ്ണം അടുത്തിരുന്നപ്പോൾ എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സംസാരിച്ചിരുന്നത് കാതുകളോടല്ല, ഹൃദയങ്ങളോടല്ല, ആത്മാക്കളോടാണ്. നൊമ്പരപ്പെടുന്ന മനുഷ്യൻ്റെ അന്തരംഗത്തിൽ ഇറങ്ങിയിരുന്ന മന്ത്രശബ്ദത്തിൽ ഹൃദയത്തോട്, ആത്മാവോട് സംസാരിച്ചിരുന്ന ഭാഗ്യവാനായ പുണ്യ പിതാവ്. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തന്നെ ഏൽപ്പിച്ച താലന്ത് നന്നായി വ്യാപാരം ചെയ്തു. 5 ലഭിച്ചവൻ 5 കൂടെ നേടി 10 കാഴ്ചവെച്ചതുപോലെ 10 താലന്തുകൾ കാഴ്ചവെക്കാനുള്ള ഓട്ടമോടി പൂർത്തിയാക്കി അധ്വാനം തികച്ച് നിത്യതയിൽ താൻ പ്രിയം വച്ച പ്രിയനോട് ചേരുവാൻ ഇപ്പോൾ യാത്രയാവുകയാണ്. ഭാഗ്യവാനായ പിതാവേ, സമാധാനത്തോടെ പോവുക. അവിടെ എത്തി ദൈവമുഖം കാണുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ നാൾതോറുമുള്ള പ്രാർത്ഥനകളിൽ തുടർന്നും അങ്ങയെ ഞങ്ങൾ ഓർക്കും. നിത്യകൂടാരത്തിൽ സഭയെ കൂട്ടിച്ചേർക്കുന്ന ഭാഗ്യസമയത്ത് ഒരുമിച്ച് കാണുവാൻ ഭാഗ്യമുണ്ടാകുമല്ലോ. എല്ലാ യാത്രാമംഗളങ്ങളും ഭാവുകങ്ങളും നേരുന്നു. ഈ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന ഈ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ എല്ലാ അംഗങ്ങളോടും, പ്രത്യേകാൽ അഭിമന്യ തിരുമേനിയുടെ ജീവിത പങ്കാളി, മക്കൾ, കൊച്ചുമക്കൾ മുതലായ കുടുംബാംഗങ്ങളോടുമുള്ള സ്നേഹവും ആദരവും ഒപ്പം ആദരാഞ്ജലികളും അനുശോചനവും ഇപ്പോൾ അർപ്പിക്കുകയാണ്. ഒരു സുവിശേഷ പ്രഘോഷകൻ എന്ന നിലയിൽ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ളതായ പിന്തുണയും പ്രോത്സാഹനവും ഒരിക്കലും മറക്കാവതല്ല. സംസാരിച്ച സമയത്ത് കിട്ടിയ ഊർജം ഇന്നും എന്നെ ഭരിക്കുന്നുണ്ട്. ഇങ്ങനൊരു സന്ദർഭം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ ചുമതലക്കാരോട് നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ അനുശോചനം അറിയിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് സാറും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരുമിച്ച് റീത്ത് സമർപ്പിക്കുകയും അനുശോചന വാക്കുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. തിരുവല്ല പ്രസ് ക്ലബിന് വേണ്ടി ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. അഭിവന്യ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, ദീർഘകാലം സുവിശേഷ ദൗത്യവുമായി ലോകത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചം വിതറിയ നാം എല്ലാവരും ആദരിക്കുന്ന, ജീവിതം കൊണ്ട് പരിശുദ്ധി നേടിയ അഭിവന്യനായ മാർ അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായ ഏവരുമേ, കേരളവും ഭാരതവും മാത്രമല്ല സമകാലിക സമൂഹത്തിൽ ഏതൊരു വ്യക്തിയേക്കാളും ഏതൊരു സഭാപിതാവിനേക്കാളും മഹത്തരമായ നിലയിൽ സുവിശേഷത്തിൻ്റെ വെളിച്ചം ലോകം മുഴുവൻ വ്യാപിപ്പിച്ച, തൻ്റെ ജീവിതം പൂർണ്ണമായും സുവിശേഷത്തിനു വേണ്ടി അർപ്പിച്ച അഭിവന്യനായ മാർ അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പോലീത്ത തിരുമേനി ലോക സമൂഹത്തിന് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി സ്വന്തം നാട് വിട്ടിറങ്ങി താൻ പഠിച്ചതും അറിഞ്ഞതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അക്കാലത്ത് തന്നെ ലഭ്യമായ ഏറ്റവും നല്ല മാധ്യമങ്ങൾ സ്വീകരിച്ച ഒരു വലിയ വിഷണറി ആയിരുന്നു അഭിവന്യനായ തിരുമേനി. നമുക്കറിയാം, റേഡിയോയെക്കുറിച്ച് നാം കേൾക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വിശ്വവാണിയിൽ ആത്മീയയാത്ര പ്രോഗ്രാം കേൾക്കുവാൻ റേഞ്ചുള്ള ഭാഗങ്ങൾ നോക്കി ട്യൂൺ ചെയ്തു മാറുന്നവരായിരുന്നു കേരളത്തിലെ അല്ലെങ്കിൽ മലയാളി സമൂഹം എന്ന് പറയുന്നത്. അപ്രകാരം അക്കാലത്ത് തന്നെ ലഭ്യമായ സാധ്യതകൾ മുഴുവൻ സുവിശേഷത്തിൻ്റെ വെളിച്ചം ലോകത്തിന് കൊടുത്ത മഹാനായ ആത്മാവ്, അതിനേക്കാൾ ഉപരി തനിക്ക് ലഭിച്ച അറിവ്, തൻ്റേതായ ദർശനം ലളിതമായ ഭാഷയിലൂടെ ലോകത്തെമ്പാടും എത്തിച്ച വലിയ ഒരു ഗ്രന്ഥ രചയിതാവ്. എൻ്റെ പുസ്തക ശേഖരത്തിൽ ഒരു വ്യക്തി എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് അഭിവന്യനായ തിരുമേനിയുടേതാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും വളരെ ലളിതമായ ഭാഷയിലൂടെ ലോകത്തിന് വെളിച്ചം പകർന്ന അഭിവന്യനായ തിരുമേനിയുടെ ദേഹവിയോഗം കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ സഭകളുടെ ഐക്യവേദിയായ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖമാണ്. ഈ ദുഃഖവാർത്ത അറിഞ്ഞുടനെ തന്നെ KCCയുടെ പ്രസിഡന്റ് അഭിവന്യനായ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയും KCC ചുമതലക്കാരും സഭാ ആസ്ഥാനത്തെത്തുകയും അതോടൊപ്പം തന്നെ അഭിവന്യ തിരുമേനിമാരെയും സഭാ സെക്രട്ടറിയെയും സിജോച്ചനെയും ദുഃഖമറിയിക്കുകയും ചെയ്തു. ഇന്ന് കേരളത്തിലെ സഭകളെല്ലാം തന്നെ ദുഃഖത്തിൻ്റേതായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ്. കാരണം സുവിശേഷത്തിൻ്റെ വെളിച്ചവുമായി ഇത്രമാത്രം കേരള സഭകൾക്ക് മാതൃകയായി രാവിലെ ആദരണീയനായ ഗോവ ഗവർണർ സൂചിപ്പിച്ചതുപോലെ വിദേശത്തു നിന്ന് മിഷണറിമാർ ഭാരതത്തിലേക്ക് വന്നതായിരുന്നു ക്രൈസ്തവ ചരിത്രമെങ്കിൽ ഭാരതത്തിൽ നിന്നൊരു മിഷണറി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെല്ലുകയും സുവിശേഷത്തിൻ്റെ വെളിച്ചം അവിടെ എത്തിക്കുകയും ചെയ്തതായിരുന്നു അഭിവന്യ തിരുമേനിയുടെ ജീവിതമെന്ന് പറയുന്നത്. KCCയെ സംബന്ധിച്ചിടത്തോളം അഭിവന്യ തിരുമേനിയിൽ നിന്ന് ലഭിച്ച കൈത്താങ്ങൽ, നേതൃത്വം അത് മറക്കുവാൻ കഴിയുന്നതല്ല. ഇപ്പോൾ KCCയുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് തന്നെ അഭിവന്യനായിട്ടുള്ള തിരുമേനി നൽകിയ സ്ഥലത്താണ്. KCCയുടെ ആസ്ഥാനം പുതുതായി പണിയുന്നതിന് വേണ്ടിയുള്ള ശില ആശീർവദിച്ചപ്പോൾ അഭിവന്യ തിരുമേനി നൽകിയ പ്രചോദനം അത് ഞങ്ങൾക്ക് മറക്കുവാനായി കഴിയുകയില്ല. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനെ സംബന്ധിച്ച് KCC കുടുംബം ഒട്ടടങ്കം അഭിവന്യ തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും അഭിവന്യ തിരുമേനിയുടേതായിട്ടുള്ള അനുഗ്രഹം, സ്നേഹം ഞാൻ ആവോളം അനുഭവിച്ചതാണ്. എൻ്റെ പിതാവ് രോഗബാധിതനായി ആശുപത്രിയിലായിരുന്നപ്പോൾ നേരിട്ട് വന്ന് കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത അഭിവന്യ തിരുമേനിയുടെ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ആ ഒരു നിമിഷങ്ങൾ ഇപ്പോഴും ഓർമ്മയിലേക്ക് വരികയാണ്. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യനായി ജീവിതാവസാനം വരെ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് തൻ്റെ അധ്വാനവും പ്രവൃത്തിയും
ഒന്നും തനിക്കോ തൻ്റെ കുടുംബത്തിനോ വേണ്ടി മാറ്റിവെക്കാതെ പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് നീതിയുടെ കിരീടത്തിനായി യാത്ര തിരിച്ചിരിക്കുന്ന, പ്രത്യാശയുടെ തുറമുഖത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന അഭിമന്യ പിതാവ് നാം ഓരോരുത്തർക്കും മാർഗദർശിയാണ്. അഭിമന്യ പിതാവിനെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമുക്ക് കാണാമെന്നും താൻ ക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി, ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതിൻ്റെ പ്രതിഫലം ദൈവത്തിൻ്റെ ജീവകിരീടം പ്രാപിക്കുമ്പോൾ നമുക്കും അദ്ദേഹത്തോടൊപ്പം ചേരാമെന്ന പ്രത്യാശയോടുകൂടി യാത്രയാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതമോർത്ത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് സ്തോത്രം ചെയ്യുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുന്നു. KCCയുടെയും KCCയുടെ വിവിധ സോണുകളുടെയും കമ്മീഷനുകളുടെയും ചുമതലക്കാർ ചേർന്ന് ഇപ്പോൾ റീത്തുകൾ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ, ദയവായി അനുശോചനം അറിയിക്കുന്നവർ 2 മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കരുത് എന്ന് താഴ്മയോടുകൂടി അപേക്ഷിക്കുക. കേരള കോൺഗ്രസ് CM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇതിനകം തന്നെ അനുശോചനം അറിയിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻഷ്യൽ ലീഡറായിരിക്കുന്ന മിസ്റ്റർ ചെറിയാൻ പോൾ അവരുടെ നേതൃത്വത്തിൽ റീത്ത് സമർപ്പിക്കുന്നതാണ്. തുടർന്ന് VKV സ്കാറ്റേഴ്സിൻ്റെ EMD ഒപ്പം തന്നെ അതിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുകയും തുടർന്ന് ഒരു വാക്ക് അനുശോചനം ഓർപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഡോറോ മൈക്രോ ഫിനാൻസ് മാള ബ്രാഞ്ച്, കൊടുങ്ങല്ലൂർ ബ്രാഞ്ച്, പാറശാല ബ്രാഞ്ച്, കോന്നി ബ്രാഞ്ച് അനുശോചനം അറിയിച്ച് റീത്ത് സമർപ്പിച്ചു. അഭിവന്യ പിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പരിശുദ്ധ അഭിവന്യ തിരുമേനിമാരെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സ്നേഹിതരെ, അഭിവന്യ പിതാവിനോട് ചേർന്ന് വളരെയധികം അടുത്ത് പെരുമാറാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ പെരുമാറ്റം വളരെയധികം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതുമാണ്. ആ പിതാവിൻ്റെ ഓരോ രീതികളും, അദ്ദേഹം തിരസ്കരിക്കപ്പെട്ടവരോട് കാണിക്കുന്ന ആ കാരുണ്യം വളരെയധികം വിലപ്പെട്ടതാണ്. ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തിന് പുറത്ത് യേശുക്രിസ്തുവിനെ അറിയാത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും വചനം എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് അത്ഭുതമാണ്. അറിയുന്ന ആൾക്കാരെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഒട്ടും അറിവില്ലാത്ത ഒരു വിഭാഗത്തിലേക്ക് ഇതിറങ്ങിച്ചെന്ന് സുവിശേഷം അറിയിച്ച അദ്ദേഹത്തിൻ്റെ ആ തിരുമേനിയോടുള്ള അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്, വിഷൻ ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ അടുത്ത് പെരുമാറുമ്പോൾ വളരെ വിനയത്തോടും അതിലേറെ സ്നേഹത്തോടും എല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠയോടും. ഞങ്ങൾ 2 കാര്യം, ഞാൻ 6000 പേർക്ക് 5 നേരം വെച്ച് 13 ദിവസം ഫുഡ് കൊടുത്തു. 13 ദിവസം VKV സ്കാറ്റേഴ്സ് ഫുഡ് കൊടുത്തപ്പോൾ അദ്ദേഹം 2 നിബന്ധനകളെ വെച്ചുള്ളൂ. ഒന്ന്, എല്ലാവർക്കും ഫുഡ് കുറയാൻ പാടില്ല. 2, സമയം തെറ്റിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാമോ എനിക്കറിയില്ല, ആ സ്റ്റാഫിന് ടിപ്പായിട്ട് കൊടുത്ത 6 ലക്ഷം രൂപയാണ്. ചെക്ക് എഴുതി അതിന് ടാക്സും കൊടുത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യത്തിലുള്ള സാധുക്കളോട്, തിരസ്കരിക്കപ്പെട്ട ആൾക്കാരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല. തിരുമേനിയോടുള്ള ഞങ്ങളുടെ എല്ലാ ബഹുമാനവും ആദരവും ഇവിടെ അർപ്പിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ കൺട്രോളിൽ അനുശോചനവും അറിയിക്കുന്നു. എനിക്കൊരു അവസരം തന്നതിന് സംഘാടകരോടുള്ള സ്നേഹവും നന്ദിയും കൂടി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. SNDP യൂണിയൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ K. പത്മകുമാർ ഇപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ച് ഒറ്റവാക്കിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ആക്സിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഏറ്റവും സ്നേഹമുള്ള റൈറ്റ് റവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ് തിരുമേനി CSI നമ്മളോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. അനുശോചന വാക്കുകൾക്കായിട്ട് അഭിനന്ദ തിരുമനസിനെ ക്ഷണിച്ചുകൊള്ളുന്നു.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററാൽ ബിഷപ്പ് പദവിയിലെത്തിയ ബഹുമാനമുള്ള അഭിമന്യ ഡോക്ടർ കെ പി യോഹന്നാൻ മെത്രാപ്പൊലീത്ത തിരുമേനി, അദ്ദേഹത്തിൻ്റെ ദേഹാവിയോഗത്തിൽ അദ്ദേഹത്തിന് ആക്സിഡൻറ്റ് സംഭവിച്ച ദിനത്തിൽ അന്നേ ദിനമായിരുന്നു അദ്ദേഹത്തെ കോൺസെക്രേറ്റ് ചെയ്ത ബിഷപ്പിൻ്റെ 1ാം ചരമവാർഷികം. പ്രസ്തുത ആരാധനയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ ദുഃഖവാർത്ത അറിഞ്ഞത്. പിറ്റേ ദിവസം മരണവാർത്തയും അറിഞ്ഞു. ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിശാല കാഴ്ചപ്പാടിൽ അന്ന് അദ്ദേഹം അത് ചെയ്തു എന്നാണ് അറിയുവാൻ സാധിച്ചിട്ടുള്ളത്. വ്യക്തിപരമായി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം വളരെ പ്രാരംഭം മുതലേ ആരംഭിച്ചിട്ടുള്ള ആ നല്ല അടുപ്പം കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഈ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ ഇവിടെ അഡ്വക്കേറ്റ് പ്രകാശ് ഓർപ്പിച്ചതുപോലെ പല കാര്യങ്ങളിൽ ഈ സഭയുമായിട്ട് ബന്ധത്തിൽ ലഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുവിശേഷ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന് സാധുക്കളോടുള്ള കരുണ, അദ്ദേഹത്തിൻ്റെ എളിമ, വിനയം, അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ടോപ്പായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടെടുത്തോളം. വ്യക്തിപരമായി എല്ലാ ദിവസവും ഞാൻ പുറത്തിറക്കുന്ന ഒരു ചെറിയ വീഡിയോ ക്ലിപ്പുണ്ട്. തീക്കനൽ എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെയും നാളത്തെയും ഇന്ന് വീഡിയോയിൽ ഞാനത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പുറകോട്ട് ഞാൻ പോകുന്നില്ല. ആക്സ് എന്ന് ഇവിടെ ബഹുമാനമുള്ള കരിക്കമച്ചം ഓർപ്പിച്ചല്ലോ. ഇന്ത്യയിലെ തന്നെ മുഴുവൻ ട്രസ്റ്റുകളുടെ ഒരു ഐക്യക്കൂട്ടായ്മയാണ്. അതിൻ്റെ സെക്രട്ടറി ബഹുമാനമുള്ള ജോർജ് സെബാസ്റ്റ്യൻ തിരുവനന്തപുരം, അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. അതിൻ്റെ മറ്റ് ചുമതലക്കാർ ക്ലിമീസ്മമായും ബഹുമാനമുള്ള ഡോക്ടർ രൂപൻ മാർക്ക് തിരുമേനി ഉൾപ്പെടെ ഇന്ത്യയിലുള്ള വിവിധ സഭാ മേലധ്യക്ഷന്മാർ നേതൃത്വം നൽകുന്ന പ്രസ്തുത പ്രസ്ഥാനം, അതുപോലെ തന്നെ ബൈബിൾ സൊസൈറ്റി കേരള ഓക്സിലറി പ്രസിഡന്റ് ക്രിസോസ്റ്റമസ് തിരുമേനി ഇവിടെ വന്നിട്ട് പോയി. സെക്രട്ടറി ബഹുമാനമുള്ള ജേക്കബ് ആൻ്റണി അച്ഛൻ സന്ധ്യയെങ്കിൽ ഇപ്പോൾ അച്ഛനൊരു മീറ്റിങ്ങിലാണ്. അപ്രകാരം തന്നെ കേരള ക്രൈസ്തവ മദ്യവർജന സമിതി ട്രാഡ, അതിൻ്റെ ഒരു ചെറിയ ചുമതലക്കാരൻ എന്ന നിലയിലും ഞങ്ങളുടെ പ്രിയ, ഞാൻ സ്നേഹം കയറുമ്പോൾ വിളിക്കുന്ന കെ പി ചായന് എൻ്റെ മൂത്ത സഹോദരനെ പോലെ ഞാൻ കരുതുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വലിയ ഉൾക്കാഴ്ച മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഇപ്പോൾ അതിൻ്റെ ചുമതലയുള്ള ബഹുമാനമുള്ള തിരുമേനിയും കേരളത്തിൻ്റെ ചുമതലയുള്ള സെൽവാനിയസ് തിരുമേനിയും, അപ്രകാരം തന്നെ ഡോക്ടർ ജേക്കബ് ചാണ്ടി മെഡിക്കൽ കോളേജിൻ്റെ ചുമതലയിലും കരിക്കമച്ചൻ, തുടർന്നുള്ള മറ്റെല്ലാ ബിഷപ്പന്മാരും അദ്ദേഹത്തിൻ്റെ ആ ദർശനം ഉൾക്കൊണ്ട് അദ്ദേഹം കാഴ്ചവെച്ച ആ വലിയ പാത മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വലിയ കുടുംബത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിക്കുന്നു. അവസരം അനുവദിച്ചു തന്ന ചുമതലക്കാരോടുള്ള നന്ദി. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അഭിവന്ധ്യ തിരുമേനി. മലയാള മനോരമ ടെലിവിഷനു വേണ്ടി അതിൻ്റെ CEO PR സതീഷും പ്രിയപ്പെട്ട റോമി മാത്യു സാറും ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരോടുള്ള നന്ദി സഭയുടെ പേരിൽ രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ അഭിവന്ധ്യ ജോഷോ മാർ ബർണബാസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടത്തുന്നതായിരിക്കും.
आइए हम अपने स्थानों पर खड़े हो जाएंगे। पिता पुत्र और पवित्र आत्मा की महिमा हो। और हम पर जो निर्बल और स्वभाव से पापी हैं, अनुग्रह और करुणा दोनों लोकों में सदा सर्वदा होती रहे। आमीन। पवित्र 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 सर्वशक्तिमान प्रभु परमेश्वर, स्वर्ग और पृथ्वी आपकी महिमा से परिपूर्ण है। परम धाम में होशाना। धन्य है वह जो इस पृथ्वी पर आया और प्रभु के नाम में आने वाला है। परम धाम में होशाना। हे परमेश्वर, आप ही पवित्र है। सर्वशक्तिमान आप ही पवित्र है। अविनाशी परमेश्वर आप ही पवित्र है। हमारे लिए क्रूस पर चढ़ाए गए, हम पर दया करे। हे परमेश्वर, आप ही पवित्र है। सर्वशक्तिमान आप ही पवित्र है। अविनाशी परमेश्वर आप ही पवित्र है। हमारे लिए क्रूस पर चढ़ाए गए, हम पर दया करे। हे परमेश्वर, आप ही पवित्र है। सर्वशक्तिमान आप ही पवित्र है। अविनाशी परमेश्वर आप ही पवित्र है। हमारे लिए क्रूस पर चढ़ाए गए, हम पर दया करे। हे प्रभु, हम पर दया करे। हे प्रभु, हम पर अनुग्रह करे। हे प्रभु, हम पर दया करे और हमारी आराधना और सेवा को ग्रहण करे। हे प्रभु, आपकी स्तुति हो। हे सृष्टिकर्ता, आपकी स्तुति हो। हम पापियों पर अनुग्रह करने वाले प्रभु हमारे मसीहा, आपकी स्तुति हो। हे प्रभु, आशीष दे। हे हमारे पिता, आप जो स्वर्ग में है, आपका नाम पवित्र माना जाए। आपका राज्य आए। आपकी इच्छा जैसे स्वर्ग में पूरी होती है, वैसे ही पृथ्वी पर भी हो। हमारे दिन भर की रोटी आज हमें दे, और जिस प्रकार हमने अपने अपराधियों को क्षमा किया है, वैसे ही आप भी हमारे क्षमा करे। और हमें परीक्षा में न लाए, परंतु बुराई से बचाए। क्योंकि राज्य और पराक्रम और महिमा सदा आपकी ही है। आमीन। हे कृपापूर्ण मरियम, आपको शांति मिले। प्रभु आपके साथ है। स्त्रियों में आप धन्य है, और आपके गर्भ का फल यीशु धन्य है। हे पवित्र कुंवारी मरियम, प्रभु की माता,
हम पापियों के लिए अब और सभी समयों में और हमारी मृत्यु के समय प्रार्थना करे। आमीन। यीशु मसीह सच्चे प्रधान आचार्य इस दिवंगत याजक को अपने पवित्र याजकों के संगति में ले लें और इस योग्य बनाए कि वो आपकी स्तुति गान करने वाले के साथ गाए और आपके लिए अनंत स्तुति में आनंद मनाए। मुरान बलोहोन ले ओलोमी। आमीन। হে জিহুৱা, যিবোৰে মোৰ সৈতে বিবাদ কৰে, তুমিও সিহঁতৰে সৈতে বিবাদ কৰা। যিবোৰে মোৰ লগত যুদ্ধ কৰে, তুমিও সিহঁতৰ লগত যুদ্ধ কৰা। হালেলুয়া, হালেলুয়া, হালেলুয়া। তুমি ঢাল আৰু ফৰ ধৰা, মোৰ উপকাৰৰ নিমিত্তে উঠা। হালেলুয়া, হালেলুয়া, হালেলুয়া। বৰচা বাহিৰ কৰি আনি মোৰ পাছে পাছে খেদি অহাবোৰৰ পথ ভেটি ধৰা। ময়েই তোমাৰ ত্ৰাণকৰ্তা, এই কথা মোৰ প্ৰাণক কোৱা। হালেলুয়া, হালেলুয়া, হালেলুয়া। যিবোৰে মোৰ প্ৰাণ বিচাৰে, সিহঁতে বঞ্চিত হৈ অপমান পাওক। যিবোৰে মোৰ অপকাৰলৈ সংকল্প কৰে, সিহঁত বিমুখ হৈ বিবৰ্ণ হওক। হালেলুয়া, হালেলুয়া, হালেলুয়া। জিহুৱাৰ দূতে সিহঁতক খেদাই দিওঁতে, সিহঁত বতাহে উৰাই নিয়া তুঁহৰ নিচিনা হওক। হালেলুয়া, হালেলুয়া, हालेलुया। पिता, पुत्र और पवित्र आत्मा की महिमा हो अब और सदा सर्वदा युगानुयुग तक होती रहे। आमीन। प्रभु शयतानके प्रश्न करो, যখন আমি এই জগতে ছিলাম সে আমার বিরোধিতা করত, তখন সে আমাকে তার জালে আবদ্ধ করেছিল। उसने मेरे वियोग में मुझे यातना देने का प्रयत्न किया। हे प्रभु, मुझे उनके संग में ना जोड़े। मैं आपकी पवित्र उपस्थिति में जुड़े जाऊं। मानव जाति के प्रेमी और परवाह करने वाले महिमामय परमेश्वर, किरिए एलाइज़ोन। आइए हम प्रभु से उसकी दया और करुणा के लिए प्रार्थना करें। दयालु प्रभु, हम पर दया करे और हमारी सहायता करे। प्रिय प्रभु, हमें योग्य बनाए कि हम आपको स्तुति, महिमा और आदर सदा सर्वदा अर्पित करें। बारिकमो उस प्रभु की स्तुति हो जो महान शिक्षक और प्रतिभाव की करता है। वह कंगालों को मिट्टी पर से और दरिद्रों को धुरे पर से उठाकर ऊंचा करता है कि उसको प्रधानों के संग अर्थात अपनी प्रजा के प्रधानों के संग बैठाए। उसकी स्तुति हो आपके दास के अंतिम संस्कार मनाए जाने के इस समय सभी अवसरों, समयों और युगों में और हमारे जीवन के सभी दिनों में सदा सर्वदा देते हैं। आमीन। বারেক মো প্রিয়
प्रभु जीशु अमर परमेश्वर मो परिपापी एवं पवित्र दास तुम्भ पवित्रता निमंते तुम्भर महिमा करुअछि। परमेश्वर उपस्थिति रे सकाळ संध्यार सेवा कार्य एवं उत्तम कर्म द्वारा तुम्भको प्रसन्न करिथिबा तुम्भर सेवकंक निमंते विनती करुअछु। तुम्भे दंडाज्ञा प्रदान करिना किंबा तांकु कंठर दंड न दियो। तुम्भ पवित्र मदबा निकटरे थुआइथिबा पापर अग्निर अंगारे तांकु पाद पड़िबाकु दियो नाही। जो मुख तुम्भर आत्मिक गीत गान करिअछि ताहा नीरव न हेउ। जो चक्षु पवित्र पुस्तक गुड़ी को ध्यान रे देखिअछि सेही चक्षुदय उई किंबा कीट निमंते बसा तैयारी करे अंधकार रे प्रवेश न करू। तुम्भ पवित्र रहस्यर आनंद उपभोग करिथिबा हस्तद्वय को अग्निर अंगार रे भस्म हेबाकु दियो नाही। किंतु हे प्रभु आमर दुर्बल प्रार्थना को स्वीकार कर। आमे एवं से करिथिबा पाप ओ भूल को मार्जना करे वो आमको क्षमा कर। हे परमेश्वर तुम्भे सर्वश्रेष्ठ अट तुम्भे उत्तम उपहार रे परिपूर्ण अट। तुम्भे दया रे परिपूर्ण अट। आम्भे संपूर्ण गौरव व महिमा प्रभु जीशु तुम्भंको तुम्भर पितांको एवं पवित्र आत्मांको अर्पण करुअछु। वर्तमान पुण्य अनंत काल पर्यंत सदा सर्वदा हेउ। आमीन। प्रभु आपकी सेवा को स्वीकार करे और आपकी प्रार्थनाओं के द्वारा हमारी सहायता करे। हम सदैव अपने दयालु परमेश्वर से अपने पापों की क्षमा और अपराधों से छुटकारा पाए। आमीन। बारक मोर ए जिसु मसीह आलेरेन सरी उतरी आर मरांग नायकी आमरेन नुई नायकी अकय दनुआ धरती खने बिंडावेन जीविराड़े इमाय में आर आमरेन सनत नायकी कुसंगते तुलुजेम बाड़े आमा राज रे उनी रस्क चुयेम जेमन आमरेन सनत हड़ कुसंगे जा जुग धबी आमे सरहाव दाड़ियाम मोरान वालो हम लोल मीन। आमीन। हे प्रभु यीशु मसीह रउआ अपने दास के आश्वासन देही नित्य निवास में सिद्ध के साथ। मोहन गम गीत के निधन के कारण देवग्राम खेदी थे। वेदी पर किए गए पवित्र भेदों के अनुष्ठान को गिनकर याचना करते हैं। दिगवंत दास के याद में पवित्र कलिसिया के सब विश्वासी लोग विलाप करत बाले काहे कि धूप से हमनी के आनंद दिहली आप जीवन आप कब्र में पड़ल बानी। महापुरोहित यीशु मसीह इस श्रेष्ठ याजक को भलाई प्रदान करे आपकी स्तुति हो। आपके याजकों को धार्मिकता का वस्त्र पहनाया जाए। हालेलुया, ओ हालेलुया।
धर्मियों, आप धर्मपूर्ण परिधान पहनो। दाऊद के लिए आपका सच्चा सेवक, हालेलुया हालेलुया। पिता, पुत्र और पवित्र आत्मा की महिमा हो, अब सदा और सर्वदा युगानुयुग तक होती रहे। आमीन। वे कदम जो निर्मलता से बढ़े, अपने पवित्र स्थान को शुद्ध रखते हुए सदैव स्वर्ग के दरबारों में और स्वर्गदूतों के साथ सोमन कालोस किरिए लाइजोन। धन्य है याजक जिनका मसीह के प्रति प्रेम है, उनकी पवित्र वेदी के कार्य को चिन्हित किया। स्वर्गदूतों शीघ्र आते देखना, उन्हें आनंद के दरबार में ले जाना। बारक मो पिता, पुत्र और पवित्र आत्मा की महिमा हो। परमेश्वर के पुत्र, उन्हें मत भूलना। आपका याजक जिसने आपकी उचित सेवा की, उन्हें चेहरे पर प्रसन्नता प्रदान करे। आपके भाग्य आगमन दिवस पर प्रभु हम पर दया करे और हमारी सहायता करे। मुकुट मढ़े हुए हैं, बारीकी से रखे गए हैं। उस पवित्र वेदी पर इस प्रकार सिर पर मुकुट स्थापित किए जाएंगे। उन याजकों में से जिन्होंने आपकी इच्छा अच्छी सेवा की है। हे परमेश्वर, आप पवित्र है। सर्वशक्तिमान आप पवित्र है। अविनाशी परमेश्वर, आप ही पवित्र है। हमारे लिए क्रूस पर चढ़ाए गए, हम पर दया करे। हे परमेश्वर, आप ही पवित्र है। सर्वशक्तिमान आप ही पवित्र है। अविनाशी परमेश्वर, आप ही पवित्र है। हमारे लिए क्रूस पर चढ़ाए गए, हम पर दया करे। हे परमेश्वर, आप ही पवित्र है। सर्वशक्तिमान आप ही पवित्र है। अविनाशी परमेश्वर, आप ही पवित्र है। हमारे लिए क्रूस पर चढ़ाए गए, हम पर दया करे। हे प्रभु, हम पर दया करे। हे प्रभु, हम पर अनुग्रह करे। हे प्रभु, हम पर दया करे और हमारी आराधना और सेवा को ग्रहण करे। हे प्रभु, आपकी स्तुति हो। हे सृष्टिकर्ता, आपकी स्तुति हो। हम पापियों पर अनुग्रह करने वाले प्रभु हमारे मसीहा, आपकी स्तुति हो। हे प्रभु, आशीष दे। हे हमारे पिता, आप जो स्वर्ग में हैं, आपका नाम पवित्र माना जाए। आपका राज्य आए। आपकी इच्छा जैसे स्वर्ग में पूरी होती है, वैसे ही पृथ्वी पर भी हो। हमारे दिन भर की रोटी आज हमें दे, और जिस प्रकार हमने अपने अपराधियों को क्षमा किया है, वैसे ही आप भी हमारे अपराधों को क्षमा करे।
और हमें परीक्षा में न लाए परंतु बुराई से बचाए, क्योंकि राज्य और पराक्रम और महिमा सदा आपकी ही है। आमीन। हे कृपा पूर्ण मरियम, आपको शांति मिले। प्रभु आपके साथ है, स्त्रियों में आप धन्य है और आपके गर्भ का फल यीशु धन्य है। हे पवित्र कुंवारी मरियम, प्रभु की माता, हम पापियों के लिए अब और सभी समयों में और हमारी मृत्यु के समय भी प्रार्थना करे। आमीन। कृपया सभी लोग बैठ जाएं। ഫേസ് ഓഫ് തിരുവല്ല ഫൗണ്ടേഷൻ അതിൻ്റെ അംഗങ്ങളും सभी के लिए एक सूचना है। अभी से शाम 8 बजे तक विभिन्न कलीसिया के अगुवेगण हमारे मध्य में आएंगे। तो सभी फील्ड से आए हुए लोगों से निवेदन है कि वे प्रार्थना पूर्वक अपने ही स्थान पर बैठे रहेंगे। It's an information to all. From now on we will have the heads of all the churches or fathers of different churches coming to offer their condolences to our honorable metropolitan. All are requested to be please seated prayerfully and be here, right here in the auditorium. Thanks so much. ന്യൂസ് 24/7 ചാനലിൻ്റെ CEO ശ്രീ അജിത് കുമാർ റീത്ത് സമർപ്പിക്കുന്നു. ഫേസ് ഓഫ് തിരുവല്ല ഫൗണ്ടേഷൻ ഇതിനകം റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. സഭയുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ ബഹുമാന്യനായ ശ്രീ PJ ജോസഫ് സാറിനെ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരിക്കുന്ന അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. കൂടെ ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ്, ഹൈ പവർ കമ്മിറ്റി മെമ്പർ അപ്പു ജോസഫ് ജോൺ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വർഗീസ് മാമൻ അശുദ്ധ വിശ്വാസികളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ ദൃശ്യശത്രുക്കളുടെ വഞ്ചക സംഭവത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ള വാസസ്ഥലങ്ങളിൽ ചെന്നെത്തുവാൻ തക്കോണം ഈ ആത്മാവിനെ അങ്ങ് കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, ഈ ആത്മാവ് അങ്ങയുടെ വിശുദ്ധനാളുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും എന്നേക്കും പാർക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തി. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ. അന്യായക്കാർക്ക് കടമായി ലജ്ജിക്കും. കർത്താവേ, നിന്റെ വഴികൾ എന്നെ കാണിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. എല്ലാവരെയും നീതീകരിക്കുന്ന സ്നേഹകരുണാസമ്പന്നനുമായ പിതാവാം ദൈവമേ, നിന്നിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ച നിന്റെ മക്കളുടെ പിന്നടിയിൽ കൂടെ ഓടുവാനും അവരുടെ ശ്രേഷ്ഠമായ സ്വഭാവത്തിലും വിശ്വാസത്തിലും സദൃശ്യന്മാരായി തീരുവാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗണവും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ.
അഗ്നിമയന്മാരായ ശുശ്രൂഷകരാൽ സേവിക്കപ്പെടുന്ന സ്വർഗീയ മഹാപുരോഹിതനായ കർത്താവിന് സ്തുതി. നീതീകരണം നൽകാൻ തന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ബലികൾ അർപ്പിക്കുവാൻ മൺമേരും മൺമരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തന്റെ ശുശ്രൂഷയ്ക്കായി ആചാര്യന്മാരെയും പ്രധാനാചാര്യന്മാരെയും അവൻ നിയമിച്ചു. അവൻ ബഹുമാനിക്കുകയും ആത്മീയവരങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്തു. മനുഷ്യവർഗത്തിന്മേൽ നിശ്ചയിക്കപ്പെട്ട മരണത്തിന്റെ വിധി തീർപ്പാക്കാൻ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് അവരെ വിമുക്തരാകുന്നു. അത് മരണമുള്ള എല്ലാവർക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യം അവർ പ്രാപിക്കുവാനും വാഗ്ദാനം ചെയ്യപ്പെട്ട അനശ്വര ജീവിതത്തിലേക്ക് യാത്രയാകുന്നതിനും സ്വീകാര്യ ബലികൾ സ്വർഗീയ യെരൂശലേമിൽ അവന് സമർപ്പിക്കുന്നതിനും വേണ്ടി അത്രേ ആകുന്നു. അവരുടെ ഓർമ്മ നിർവഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കർത്താവായ കർത്താവേ, നിന്നെ ഞങ്ങൾ നോക്കി വിളിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി വരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പുത്ര, അഴിവില്ലാത്ത രാജ്യത്തുകൾ നീതിമാന്മാരുടെയും വിശുദ്ധന്മാരോടുകൂടെ നിന്റെ അടിയാനായി ഞങ്ങളെയും ആശ്വസിപ്പിക്കണമേ. പുനരുദ്ധാന ദിവസത്തിൽ മരിച്ചവരെ അവരുടെ കബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് അവരെ മഹത്വത്തിന്റെ വെള്ള നിലയെങ്കിൽ ധരിപ്പിക്കുന്നവനായുള്ളവേ, നിനക്ക് സ്തുതി. മണ്ണിൽ നിന്ന് ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ പിതാവിന് സ്തുതിയും പുരുഷനെ കഷ്ടാനുഭവങ്ങളാൽ വേദനയാ ഞെട്ടിപ്പോയി ഞാൻ. രോഗം മൂർച്ഛിച്ചു മൃതിവന്നൻ. ആദാമിന്റെ മക്കൾക്കായി പരിശുദ്ധാത്മാവ് നെയ്തിട്ടുള്ള വസ്ത്രം ഉയിർപ്പിൽ നീതിമാന്മാർ ധരിക്കുന്നു.